HIV എക്സ്പോസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, ഉദാഹരണം ഇപ്പോൾ HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേരൻറ്റിൻ്റെ ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, ഇങ്ങനെയുള്ള ഇൻഫൻസ് എപ്പോഴും ഒബ്സർവേഷനിലും ടെസ്റ്റുകളിലും ആയിരിക്കാം നമുക്കറിയാമല്ലോ. കാരണം ഇവർക്ക് HIV സിംറ്റംസും എല്ലാം കാണിക്കുന്നുണ്ടോ നമ്മളെപ്പോഴും മോണിറ്ററിങ്ങും ഒബ്സർവേഷനും ഒക്കെ നടത്തിയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വരികയാണ്. ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഓപ്പർച്യൂണിസ്റ്റ് ഇൻഫെക്ഷൻസിൽ ഏത് സൈൻ ആയിരിക്കും ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾ അസസ് ചെയ്യുന്നത്? ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കട്ടെ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ഏത് ശരിയായ ഉത്തരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് കഫാണ് ശരിയായ ഉത്തരവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ലിവർ ഫെയിലിയറും മറ്റ് ഓപ്ഷൻസും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ടുള്ള സൈൻ എന്ന് പറയുന്നത് കഫ് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഇമ്മ്യൂൺ പ്രോബ്ലംസും ഇൻഫെക്ഷ്യസ് ഡിസീസസും എല്ലാം വളരെ കോമൺ ആയിട്ട് NCLEX ആറിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകളാണ്. അതിനെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് NCLEX ആറിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കുക, പഠിക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.